ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മക്കാന വറുത്തെടുക്കാം. മക്കാന എന്ന് പറഞ്ഞാൽ താമര വിത്താണ്. അങ്ങനെ ഇത് നല്ലതാണ് വറുത്ത് കഴിക്കാൻ. നമ്മുടെ ശരീരത്തൊക്കെ എല്ലിനും മസിലിനും ഒക്കെ നല്ലതാണ്. അങ്ങനെ നല്ലതുപോലെ വറുത്തെടുക്കണം. ഉണ്ട്, ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ. ഉണ്ട്, ഇങ്ങനെ പൊട്ടി വരണം, അതാണ് പാകം. കണ്ടോ, പോകോൺ മാതിരി നല്ലപോലെ പൊട്ടി വരും. ഇനി ഇത് നമുക്കൊരു പാത്രത്തോട്ട് മാറ്റാം. ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി, നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തിലേക്ക് നമ്മുടെ മക്കാന ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നല്ലതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് വെറുതെ ഇങ്ങനെ തിന്നാം. ഇതൊക്കെ ഇട്ട് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനാണ് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടത്. ഇതിനകത്തിലേക്ക് നമുക്കൊരു കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇതിനകത്തിലേക്ക് നമ്മളിപ്പം മുളക് പൊടിയൊക്കെ ഇട്ടില്ലേ, അതിന് മുമ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സവോള, തക്കാളി ഇതെല്ലാം കൂടി ഇട്ട് വാട്ടിയിട്ടും മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് അങ്ങനെയും തയ്യാറാക്കി കഴിക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ മക്കാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കാനയും ഒരു കാപ്പിയും കൂടെ കുടിക്കുകയെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ലതാണ്. വൈകിട്ടൊക്കെ ഇതിങ്ങനെ കഴിക്കാൻ നല്ലതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഇത് കഴിക്കാൻ നല്ലതാണ്. കണ്ടോ, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.